കൊല്ലത്തെ എം.എൽ.എയും നടനുമായ മുകേഷിനുള്ള CPM സംരക്ഷണം അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം സംരക്ഷിക്കുന്നതിൽ മാത്രമായിരിക്കുമെന്ന് സൂചന. മുകേഷിന് എതിരെയുള്ള കേസുകളിൽ നടപടി സ്വീകരിക്കുക പരാതിയുടെ ആധികാരികത അന്വേഷിച്ച ശേഷമാകും. പരാതികളിൽ കഴമ്പുണ്ടെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ CPM രാഷ്ട്രീയ അനുമതി നൽകിയതായാണ് നിലവിൽ വരുന്ന വാർത്ത. മുകേഷിന്റെ കാര്യത്തിൽ CPM-ലും ഘടകകക്ഷികൾക്കിടയിലും ശക്തമായ എതിർപ്പാണുള്ളത്. CPM-ന്റെ PB അംഗമായ വൃന്ദ കാരാട്ടും CPM കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ ആനി രാജയും അദ്ദേഹം രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ MLA പദവിയിൽ നിന്നുള്ള രാജിക്കാര്യത്തിൽ സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായത്തിന് തന്നെയാകും മുൻതൂക്കം. മുകേഷിനെ സംബന്ധിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യം, ഒരു നല്ല കാര്യവും അദ്ദേഹത്തെക്കുറിച്ച് പറയാനില്ല എന്നതാണ്. ആകെയുള്ളത് കൊള്ളാവുന്ന ഒരു നടൻ എന്നത് മാത്രമാണെന്നും അതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം MLA ആയത് എന്നുമാണ്. നിയമസഭയിലെയോ രാഷ്ട്രീയത്തിലെയോ സഹപ്രവർത്തകരാരും മുകേഷിനെ പരിധി വിട്ട് പിന്തുണയ്ക്കുന്നുമില്ല. കാരണം നിലവിലുയർന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് അറിയുന്നവർ ആർക്കും അതിശയോക്തി ഇല്ല എന്ന് തന്നെ. മാത്രമല്ല അതിനുമപ്പുറം പറയുന്നവനാണ് മുകേഷ് എന്ന അഭിപ്രായക്കാരാണ് ഏറെയുമുള്ളത്. മുകേഷ് തന്നെയാണോ പവർ ഗ്രൂപ്പിലെ പ്രധാനി എന്ന സംശയം ഇപ്പോഴും തുടരുന്നുണ്ട്. മുകേഷിനെതിരെ സഹനടി ഉന്നയിച്ച ഒരു ആരോപണത്തിൽ തന്നെ പവർ ഗ്രൂപ്പിലെ അംഗമാണ് താനെന്നുള്ള ധ്വനിയിലുള്ള മുകേഷിന്റെ വാക്കുകൾ എടുത്തു പറയുന്നുണ്ട്. താൻ അറിയാതെ അമ്മയിൽ അംഗത്വത്തിന് അപേക്ഷിക്കാൻ ഇടവേള ബാബുവിനെ കണ്ട നടിയെ മുകേഷ് ഫോണിൽ വിളിച്ചു പറഞ്ഞ വാക്കുകളാണ് മുകേഷിനെ തിരിഞ്ഞുകൊത്തുന്നത്. ഞാൻ അറിയാതെ അമ്മയിൽ അംഗമാകാമെന്ന് നീ കരുതിയോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് നീ മനസ്സിലാക്കിക്കോ എന്നാണ് നടിയോട് മുകേഷ് പറഞ്ഞത്. അതിൽ തന്നെ പവർ ഗ്രൂപ്പിൽ താനുമുണ്ടെന്ന തുറന്നു പറച്ചിലുണ്ട്. പരാതികളിൽ ഒത്തുതീർപ്പിന് ആവോളം സമയം സർക്കാർ നൽകുന്നുണ്ടെന്ന ആരോപണവും നിലനിൽക്കുമ്പോൾ തന്നെ പോലീസിനെ സമീപിക്കാൻ തയ്യാറായവരും ഉണ്ട്. വമ്പൻ ഒത്തുതീർപ്പുകൾക്കുള്ള നെട്ടോട്ടങ്ങളാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്നത്. അത്തരത്തിൽ മുകേഷ് പണ്ട് വേട്ടയാടിയ മറ്റു താരങ്ങളും ആരോപണങ്ങളുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. അതിനാൽ തന്നെ മുകേഷിനെ പൂർണ്ണമായി സംരക്ഷിക്കാൻ CPM തയ്യാറാകില്ല. ഇനി മുകേഷിനെ പോലെ ഒരാളെ രണ്ടാം ആവർത്തിയും വിജയിപ്പിച്ചു വിട്ടെങ്കിലും ഇത്തവണ കൊല്ലംകാരെ CPM-ന് അല്പം ഭയമൊക്കെയുണ്ട്. മുകേഷിനെ കൊണ്ട് രാജിവെപ്പിച്ചാൽ വീണ്ടും ഒരാളെ അവിടെ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാമെന്ന പ്രതീക്ഷ CPM-നില്ല. അത്ര കണ്ട് ജനവികാരം എതിരാണ്. അതിനാൽ തന്നെ രാജി ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമവും CPM നടത്തുന്നുണ്ട്. എന്നാൽ മുകേഷിന്റെ രാജിയിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ് എന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി പ്രതികരിച്ചിരുന്നു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കാരണമായത് ഒരു നടിയുടെ പോരാട്ടമാണെന്നും നടിയെ സല്യൂട്ട് ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടിയുടെയും WCCയുടെയും ഇടപെടലാണ് പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ചത്. രാഷ്ട്രീയത്തിലും പുരുഷാധിപത്യമുണ്ട് എന്നും MA ബേബി പറയുന്നുണ്ട്. മുകേഷിന്റെ രാജി ആവശ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച മുൻപ് നടത്തിയിരുന്നു. പാർട്ടിയുടെ നിലപാട് മുഖ്യമന്ത്രിയെ ബിനോയ് വിശ്വം നേരിട്ടറിയിക്കുകയും ചെയ്തു. സംസ്ഥാന നിർവാഹക സമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടത്. ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത ആളെ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷ നിലപാട് അല്ല എന്നാണ് CPI യോഗത്തിൽ ഉയർന്നത്. മുകേഷിന്റെ രാജി സംബന്ധിച്ച് CPI നിർവാഹക സമിതിയിൽ ഭിന്നത ഉണ്ടായിരുന്നുവെങ്കിലും MLA സ്ഥാനമൊഴിയണമെന്ന നിലപാടാണ് പൊതു തീരുമാനമായി വന്നത്. CPI സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ മന്ത്രി K ചിഞ്ചുറാണി, കമല സദാനന്ദൻ, P വസന്തം എന്നിവർ മുകേഷിന്റെ രാജി വേണമെന്ന കർശന നിലപാടെടുത്തിരുന്നു. കോൺഗ്രസ് MLA-മാരായ M വിൻസെന്റ്, എൽദോസ് കൊന്നപ്പള്ളി എന്നിവർക്കെതിരെയുള്ള ആരോപണം മുകേഷിന്റെ രാജി ഒഴിവാക്കാനുള്ള ന്യായീകരണമായി കണക്കാക്കാനാവില്ല എന്നും സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വലിയ ചൂഷണത്തിന്റെ വിവരങ്ങളാണ് ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തു വന്നതെന്നും തുടർന്ന് വാദമുയർന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഒട്ടേറെ വെളിപ്പെടുത്തലുകളും ഉണ്ടാകുന്നത്. ബലാത്സംഗ കുറ്റം ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുത്ത ഒരാളെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇടതുപക്ഷത്തിന് ചേർന്നതല്ല എന്നും അതിനാൽ രാജി ആവശ്യം മുഖ്യമന്ത്രിയും LDF കൺവീനറും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അറിഞ്ഞു തന്നെ ആയിരിക്കണമെന്നാണ് യോഗത്തിലുണ്ടായിരുന്ന അഭിപ്രായം. CPI മാത്രമല്ല NCPയും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് ഘടക കക്ഷികളിൽ നിന്നും പലരും രാജി ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്ന് സാരം. എന്നിട്ടും പാർട്ടി സംരക്ഷണം ഒരുക്കുകയാണ് മുകേഷിന് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം. എന്നാൽ പാർട്ടിയുടെ സമ്മേളനങ്ങളെല്ലാം ആരംഭിച്ച സാഹചര്യത്തിൽ ഇനിയും മുകേഷിനെ സംരക്ഷിക്കാനാകില്ല. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോലും രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. മാത്രമല്ല CPM-ന്റെ പ്രവർത്തകർക്കിടയിലും അസ്വാരസ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ തീരുമാനം മുകേഷിന് അത്ര കണ്ട് അനുകൂലമാകില്ല.